ഈ ജീവിതത്തിൽ നീ എനിക്ക് എന്തെങ്കിലും ഒരു വില തന്നിട്ടുണ്ടെങ്കിൽ എന്നെ അനുസരിച്ചേ പറ്റൂ. അനാവശ്യമായ പുറത്തുപോക്ക് ഒഴിവാക്കണമെന്ന് പറയുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. അതെ. അങ്ങനെ ഇവൻ എവിടെയെങ്കിലും പോകുന്നതായിട്ട് കണ്ടാൽ എന്നെ വിളിച്ച് വിവരം അറിയിക്കണം. ഞാനോ? പിന്നല്ലാതെ. എന്താ പറ്റില്ലേ? പറ്റും. ഞാൻ പറഞ്ഞ ആദ്യം അനുസരിക്കില്ല. ആതിര തന്നെ ആ കാര്യത്തിന് നല്ലത്. എന്താ എന്നെ അപമാനിക്കാനുള്ള പരിപാടിയാണോ? ഞാൻ കുറച്ചു ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല, അതുകൊണ്ടാ പറയുന്നത്. അച്ഛൻ ഇവിടെ ഉണ്ടാവില്ലെങ്കിൽ വീടിന്റെ ഉത്തരവാദിത്തം അമ്മയെ ഏൽപ്പിക്കുക. അതല്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം. അല്ലാതെ ഇവൾക്ക് നമ്മുടെ വീട്ടിൽ എന്താ കാര്യം? വീടിന്റെ കാര്യമല്ല ഞാൻ ഇവളെ ഏൽപ്പിച്ചത്, നിന്റെ കാര്യങ്ങളാ. ഞാൻ തിരിച്ചു വരുന്നതുവരെ ഇവൻ എവിടെയും പോകാതെ നോക്കാനുള്ള ഉത്തരവാദിത്തം നിനക്കാ. ഞാൻ നോക്കിക്കോളാം അങ്കിൾ. പിന്നെ ഇവൻ ആരെയും ഫോൺ ചെയ്യാനും പാടില്ല. അങ്ങനെ ചെയ്താൽ അപ്പൊ തന്നെ നീ എന്നെ വിളിച്ച് പറഞ്ഞിരിക്കണം. ഷുവർ അങ്കിൾ, പറയാം. ഇതിലും ഭേദം എന്നെ സെൻട്രൽ ജയിലിൽ കൊണ്ടുവരുന്നതാ നല്ലത്. അല്ലെങ്കിൽ എന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്ക്. അച്ഛൻ എന്ന പേരിൽ ആ ഒരു ദയെങ്കിലും എന്നോട് കാണിക്കും. തൽക്കാലം ഈ വീട്ടിൽ നീ ഇവിടെ കഴിഞ്ഞാ മതി, ഞാൻ വരുന്നത് വരെ. നിന്റെ കണ്ണ് വെട്ടിച്ച് ഇവനെങ്ങാനും പുറത്തിറങ്ങിയെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ നീ ഈ വീട്ടിൽ നിന്ന് പുറത്താ, പറഞ്ഞേക്കാം. ഓക്കേ. വീടിന്റെ താക്കോൽ കൂട്ടം കൂടി ആദരമോളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാ എല്ലാം ശുഭമായിന്ന് പറയാം. അങ്കിളിന് ഈ വീട്ടിൽ എന്നെയാണ് ഏറ്റവും വിശ്വാസം. അത് പിന്നെ പറയാനുണ്ടോ? അതുകൊണ്ടല്ലേ ആദിയുടെ എല്ലാ ചുമതലകളും പ്രസാദ് സാർ ആതിരയെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തായാലും പ്രസാദ് സാറിന് ഇത്ര പെട്ടെന്നൊരു മനമാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. എനിക്ക് നല്ല ഭാഗ്യമാ. ഇതിന് ഭാഗ്യം പറയേണ്ടത്, സൗഭാഗ്യം എന്നാ. പ്രസാദ് സാർ ആതിരയെ ഏൽപ്പിച്ചിരിക്കുന്നതേ ഒരു വലിയ ഡ്യൂട്ടിയാ. ഐ നോ സുലു ആന്റി. ഐ നോ എന്നല്ല, ഐ യെസ് എന്ന് പറയൂ. എനിക്ക് അറിയാന്നാ ഞാൻ പറഞ്ഞത്. എന്നിട്ടാണോ നീ ഇങ്ങനെ നോ എന്നൊക്കെ പറയുന്നത്? ഐ നോ എന്ന് പറഞ്ഞാലേ എനിക്കറിയാവുന്നാ. ഓ, അങ്ങനെയാണോ? അതെ. അങ്കിൾ എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്യും. ആദ്യം പുറത്തോട്ടെങ്ങാനും പോവാൻ നോക്കിയാ നീ തടയാനൊന്നും നിക്കണ്ട. അപ്പൊ തന്നെ ആ വിവരം കൈയോടെ സാറിനെ വിളിച്ചങ്ങ് അറിയിക്കണം. തടയണം സുലു ആന്റി. എന്നെ അനുസരിക്കാതെ പുറത്തു പോവാൻ നോക്കിയാൽ ഞാൻ അങ്കിളിനെ ഇൻഫോം ചെയ്യും. ആരും കാണാതെ ആദ്യം തുളസിയെ ഫോൺ ചെയ്താ അത് ഞാൻ ബ്ലോക്ക് ചെയ്യും. പ്രസാദ് സാർ പറഞ്ഞതുപോലെ എല്ലാം നീ ചെയ്താ സാറ് തിരിച്ചു വരേണ്ട താമസം നീയും ആദ്യമായിട്ടുള്ള വിവാഹം നടക്കും. ഷുവറാണോ ആന്റി? ഷുവർ. ഇപ്പൊ തന്നെ ഇത്രയും ഉത്തരവാദിത്തങ്ങൾ പ്രസാദ് സാർ നിന്നെയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്? അതും ദുർഗേച്ചി ഇവിടെ ഉണ്ടായിരുന്നിട്ട് പോലും. അതിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടേ? പ്രസാദ് സാറിന് ഈ വീട്ടില് മറ്റാരേക്കാളും വിശ്വാസം നിന്നെയാണെന്ന്. ഈ വീട്ടില് നീ അംഗീകരിക്കപ്പെട്ടൂന്ന്. ഈ വീടിന്റെ ഐശ്വര്യവും ഈ വീടിന്റെ ഗൃഹനാഥയുമായി നീ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞോന്ന്. നേരാണ് സുലു ആന്റി. പച്ചവെള്ളം പോലെ നേര്. പക്ഷേയോ ആദിയെ നോക്കുന്ന കാര്യത്തിൽ നിനക്ക് എന്തെങ്കിലും വീഴ്ച സംഭവിച്ച, അല്ലെങ്കിൽ നീ അറിയാതെ ആദി ഈ ഗേറ്റ് വിട്ട് പുറത്തു പോകാൻ ഇടയായാൽ പിന്നെ പ്രസാദ് സാറിന്റെ മരുമകളാകാം എന്ന ചിന്തയൊക്കെ നീ അങ്ങ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ കാര്യങ്ങളുടെ കിടപ്പൊക്കെ ഏകദേശം മനസ്സിലായി കാണുമല്ലോ. അച്ഛൻ എന്നെ ഇവിടെ വീട്ടു തടങ്കലിലാക്കിയിരിക്കുക.
പുറത്തു പോവാനോ ആരെയും ഫോൺ ചെയ്യാനോ പാടില്ല. അങ്ങനെ എന്തെങ്കിലും കണ്ട അച്ഛനെ വിവരം അറിയിക്കാൻ ആ ആതിര പിശാചിനെ ഏൽപ്പിച്ചിരിക്കുക. അവളെ അധികാരം ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. നിനക്ക് ഈ വോയിസ് മെസ്സേജ് അയക്കുന്ന പോലും ബാത്റൂമിനകത്ത് ഇരുന്നിട്ടാ. എന്തൊരു അവസ്ഥ ആലോചിച്ച് നോക്ക്. 2 ദിവസത്തേക്ക് അച്ഛൻ സ്ഥലത്തുണ്ടാവില്ല. അതുകൊണ്ടാ ആ ആതിരയെ സെക്യൂരിറ്റി പണി ഏൽപ്പിച്ചിരിക്കുന്നത്. നിന്റെ അച്ഛന് വട്ടായോ? അങ്ങനെ ഒരു സംശയം എനിക്കും ഇല്ലാതില്ല. ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും പുറത്ത് കടക്കണം. നിന്റെ ബോഡി ഗാർഡ് ഇല്ലേ അവിടെ? ഉണ്ട്. ആ, അച്ഛൻ അറിഞ്ഞ ആദ്യം വീട്ടു തടങ്കല്ല. മാമൻ കുറച്ചു ദിവസം അവിടെ ഉണ്ടാവില്ലെന്ന്. പകരം ആദ്യം പുറത്തു പോകാതെയും ഫോൺ ചെയ്യാതെയും നോക്കേണ്ട ഡ്യൂട്ടി ആതിരയ്ക്ക് നൽകി. അവളത് മാക്സിമം ഉപയോഗിക്കുന്നുണ്ട്. എവിടെ പോയതാ അതറിയില്ല. ഞാൻ മാമനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ആ, എവിടെ പോയാലും തിരിച്ചു വരുമല്ലോ. എനിക്ക് പറയാനുള്ളത് മാമ വന്നിട്ട് പറയാം. നിനക്കെന്താ പ്രസയോട് ചോദിക്കാനുള്ളത്? ചോദിക്കാനല്ല, പറയാനാ ഉള്ളത്. മേലിൽ എന്റെ അമ്മയെ കരയിപ്പിക്കരുതെന്ന് പറയാൻ. അവര് ഏട്ടനും അനിയത്തിയല്ലേ, അതുകൊണ്ടാ ഞാൻ ആ കാര്യത്തിൽ ഇടപെടാത്തത്. പക്ഷെ എനിക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല. വേദനിക്കുന്നത് എന്റെ അമ്മയാ. വെറുതെ എന്തിനാ മോളെ? മാമന്റെ പ്രശ്നം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മുടെ പ്രശ്നം എന്താന്ന് മാമൻ അറിയാതിരിക്കില്ലല്ലോ. അതറിയില്ലെങ്കിൽ അറിയിക്കുക തന്നെ വേണോ അച്ഛാ. ആതിര എന്നെ വാച്ച് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കാണാം, ബൈ. ആനെ മാത്രല്ല, ആന പിണ്ടത്തെയും പേടിക്കേണ്ട അവസ്ഥയായി ആദിക്ക്. ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. വേണ്ട മോളെ, എന്തിനാ വെറുതെ അവനെ ബുദ്ധിമുട്ടിക്കുന്നേ? എന്താ സംഭവിക്കാന്ന് അറിയണമല്ലോ. അതൊന്നും വേണ്ട. ആതിര അങ്ങനെ ആളാവാൻ നോക്കണ്ട. ആ പിന്നെ ഇനി നിനക്ക് വിളിച്ചേ പറ്റുമെങ്കിൽ അച്ഛൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാവാം. ആ, നീ പുറത്തിറങ്ങിയോടാ? ഇല്ലടാ, ആകെ പെട്ടതുപോലെ സ്ഥിതി. ഇത് കരുതിക്കുട്ടിയുള്ള പൂട്ടാണ് മോനെ. നീയും തുളസിയും കൂടി ഒളിച്ചോടി പോകുമെന്ന് പേടിച്ചുള്ള പൂട്ട്. എടാ, എനിക്ക് തുളസി ഒന്ന് കാണണമായിരുന്നു. കാണുകയല്ല, നീ അവളെയും കൊണ്ടുപോയി ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് കല്യാണം കഴിക്കണം. അത് തന്നെ വേണ്ടി വരുമെന്നാ തോന്നുന്നേ. നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആണെങ്കിൽ പറ. നീ മാത്രമല്ലേ അകത്തായിട്ടുള്ളൂ. ഞങ്ങളൊക്കെ പുറത്തില്ലേടാ. ഹെൽപ്പൊക്കെ വേണ്ടി വരും. ഞാനേ അതൊക്കെ ആലോചിച്ചിട്ട് പറയണം. നീ കൂടുതൽ ആലോചിക്കാൻ നിൽക്കണ്ട. പ്രസാദ് സാർ എവിടെ പോയിന്നാ പറഞ്ഞേ? എവിടേക്കാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ആ, തിരിച്ചു വരുന്നത് മിക്കവാറും നിന്റെ കല്യാണക്കുറിയായിട്ടായിരിക്കും. കല്യാണക്കുറിയോ? അതേടാ, പ്രസാദ് സാർ പോയിരിക്കുന്നതേ നീയും മാതിരിയുമായിട്ടുള്ള കല്യാണം നിശ്ചയിക്കാനല്ലെന്ന് ആർക്കറിയാം. എടാ, അത് അങ്ങനെയൊക്കെ ഉണ്ടാവൂ? നിന്റെ അച്ഛനല്ലേ ആള്. അതിനൊക്കെയുള്ള സാധ്യത നമ്മൾ മുമ്പിൽ കാണണോ അളിയാ? അല്ല, ആതിര എപ്പോഴും നിന്റെ കൂടെ ബോഡി ഗാർഡായിട്ടുണ്ടോ? എടാ, ആ മാരണ എന്നെ വിട്ട് പോവില്ല. ഓക്കേടാ, ശരിയെന്നാ. ആദ്യേട്ടൻ ആരോടാ സംസാരിച്ചത്? അതൊക്കെ എന്തിനാ നീ അറിയുന്നേ? എനിക്കറിയണം. ആദ്യേട്ടൻ ആരോട് ഫോണിൽ സംസാരിക്കാൻ പാടില്ല. പ്രസാദങ്ങളെ എന്നെ ആദ്യേട്ടനെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നെ. എനിക്കൊന്ന് പുറത്തു പോണം. ആഹാ, നടക്കില്ല. അതിനെ നിന്റെ അനുവാദമൊന്നും എനിക്ക് ആവശ്യമില്ല. ആദ്യേട്ടൻ ഇവിടെ നിന്ന് പുറത്തു പോയാ ആ നിമിഷം ഞാൻ അങ്കിളിനെ വിളിക്കും. അങ്കിളിനോട് പറയും. പിന്നെന്താ ഉണ്ടാവുമെന്ന് ആദ്യേട്ടനെ അറിയാലോ. ഇത് വലിയ കഷ്ടമായല്ലോ. എനിക്കൊന്ന് പുറത്തിറങ്ങിക്കൂടാ? ആരുമായിട്ട് ഫോണിൽ സംസാരിച്ചൂടാ?
ഇങ്ങനെയാണെങ്കിലേ എനിക്ക് വല്ല ഭ്രാന്ത് കൊടുത്ത് ഈ മുറി തന്നെ കെട്ടി തൂങ്ങി അങ്ങ് ചാവും. അതൊന്നും എന്റെ മാറ്റർ അല്ല. എന്നാലും ആദ്യേട്ടനെ ചാകാൻ ഞാൻ സമ്മതിക്കില്ല. നീയും കൂടി ചാവുമായിരിക്കും. നോ, ഞാൻ എന്റെ താമസം ഈ റൂമിലേക്ക് മാറ്റും. ആ ആദ്യേട്ടന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇതിനകത്ത് താമസാക്കിയാലും എന്നെ ആരും ഒന്നും പറയില്ല. ദേവി ഇതൊന്ന് പോയി തരുവോ? ആ ഞാൻ പോവാ. പക്ഷേ കെട്ടി തൂങ്ങില്ല എന്ന് പ്രോമിസ് ചെയ്യണം. ആ കെട്ടി തൂങ്ങി ചാവില്ല, പ്രോമിസ്. താങ്ക് യു. ആദ്യം മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. ഉടനെ കാണണം, വളരെ അത്യാവശ്യമാണ്. നീ വീടിന് പുറത്തിറങ്ങി നിന്നാ മതി. എവിടെ പോകുന്നു എന്നൊന്നും ആരോടും പറയണ്ട. ഞാൻ വണ്ടിയുമായി വരും. പിന്നെ എന്നെ വിളിക്കോ മെസ്സേജ് അയക്കോ വേണ്ട. ഞാൻ ഉടനെ അവിടെ വരും. വേഗം റെഡിയായി നിൽക്കും. ആതിരയുടെ കണ്ണ് വെട്ടിച്ചെന്ന് ഫോൺ ചെയ്യാൻ പോലും പറ്റുന്നുണ്ടാവില്ല പാവത്തിന്. എന്തിനാ ഇവൻ റെഡിയായി നിൽക്കാൻ പറഞ്ഞു? അവൻ സാഹസപ്പെട്ട് ഇറങ്ങി വന്നിട്ട് ഞാൻ റെഡിയായില്ലെന്ന് വേണ്ട. നൈസ്. കുഞ്ഞുവാവൻ നല്ല ഉറക്കമാണല്ലോ. ആദ്യേട്ടൻ നല്ല ഉറക്കമാ. ഈ സമയത്ത് ഉറങ്ങുന്നവരെ വിശ്വസിക്കാൻ കൊള്ളില്ല ദുർഗേച്ചി. അതെന്താ? ചിലപ്പോ ഉറക്കം നടിച്ച് കിടക്കുകയാണെങ്കിൽ. ഏയ് അല്ല, ആദ്യേട്ടൻ നല്ല ഉറക്കത്തിൽ തന്നെയാ. നീ പോയി കുളിച്ചിട്ട് വാ. അതുവരെ ആദിയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. വാ.
വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് ആദ്യം ഇതവിടെ പോയി. നീ എന്താടാ ലേറ്റ് ആയത്? എടാ അവിടെ ഉള്ളവരുടെ കണ്ണു പിടിച്ച് വേണ്ടേ വരാൻ. ഇതാ ചാവി, വേഗം പുറപ്പെടും. താങ്ക്സ്. താങ്ക്സ് ഒക്കെ നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട്. എടാ വണ്ടിയിൽ പെട്രോളൊക്കെ ഇല്ലേ? ഫുൾ ടാങ്കാ. ഓക്കേടാ. പിന്നെ അവിടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ അളിയ, സൂക്ഷിക്കണേ. പ്രസാദങ്ങളുടെ വിലക്ക് മറികടന്നുള്ള യാത്രയാണ്. ഏതാണ്ട് ജയിലിൽ ചാടിയ കുറ്റവാളികളെ തിരയുന്നത് പോലുള്ള തരത്തിലായിരിക്കും അന്വേഷണം ഉണ്ടാവുക. അറിയാം. അവരന്വേഷിച്ചെത്തുന്നതിന് മുമ്പേ തുളസിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിരിക്കും. ആ, പിന്നൊരു കാര്യം, കല്യാണം കഴിക്കാനാണ് പോകുന്നെന്നുള്ള കാര്യം തൽക്കാലം തുളസി അറിയണ്ട. അവള് ചിലപ്പോ കൂടെ വന്നില്ലെങ്കിൽ കുഴപ്പമോ? എടാ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയും? അതൊക്കെ നീ എന്തെങ്കിലും പറ. ഇനി ഇന്ന് ലേറ്റ് ആവണ്ട, നീ വേഗം ചെല്ല്. നിന്റെ വീട്ടുകാർ അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് എത്തേണ്ടടുത്ത് എത്തണം. ശരിടാ, ബൈ. അളിയ, അഡ്വാൻസ് മാരേജ് വിഷസ് ടു ബോത്ത് ഓഫ് യു. താങ്ക് യുടാ. ആ ഡാ, ഒരു കാര്യം ചെയ്യും, നീ ഈ ഫോൺ തൽക്കാലം കൈ വെക്ക്. അതെന്തിനാ? എടാ എന്നെ വീട്ടിൽ കാണാതായാലേ ആദ്യം അച്ഛനെ വിളിച്ച് വിവരം പറയും. ആ, അച്ഛൻ സൈബർ സെല്ല് വഴി എന്റെ ഫോൺ നമ്പർ ട്രേസ് ചെയ്യുന്നേ. എടാ ബുദ്ധിരാക്ഷസാ, സമ്മതിച്ചടാ. എന്നാ പിന്നെ ഞാൻ പോവാണേ. ശരിയടാ, പോയി തുളസിയെ താലി കെട്ടിയിട്ട് വാ. ആ. ആദി, നീ വാ, കേറ്. എവിടേക്ക്? അതൊക്കെ പറയാം. പറയാന്നോ? എവിടേക്കാന്ന് പറയാതെ ഞാൻ എങ്ങനെയാ നിന്റെ കൂടെ വരിക? അതെന്താ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? അയ്യോ, ഇത് വിശ്വാസത്തിന്റെ കാര്യമല്ല. ഞാൻ അമ്മയോട് പോലും പറയാതെ വന്നത്. അതിനെന്താ, നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരാന്നേ. എടാ, അമ്മ കുടുംബശ്രീയുടെ കാശ് വാങ്ങിക്കാൻ പോയിരിക്കുക. അമ്മ വന്നിട്ട് നമുക്ക് പറഞ്ഞിട്ട് പോവാം. അമ്മ വരുമ്പോഴേക്കും നമുക്ക് തിരിച്ചെത്താം. നീ പെട്ടെന്ന് കാറി കയറിയേ. എടാ, ഇത് പ്രമോദിന്റെ കാറല്ലേ? അതെ, നീ ഒന്ന് കേറിയേ. ഇതെന്തിനാടാ നീ അവന്റെ വണ്ടിയായിട്ട് വന്നേ? വീട്ടിൽ നിന്ന് ആരെയും കണ്ണിപ്പെടാതെ ഇറങ്ങിയതാ. ഇപ്പൊ തന്നെ ആദ്യം അച്ഛനെ വിളിച്ച് എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് നീ സംസാരിച്ചിരിക്കാതെ ഒന്ന് വേഗം കേറ്, പെട്ടെന്ന് കേറ്. ആദിയുടെ റൂം ലോക്കാണോ? അതിന് ആദ്യമായിട്ട് നല്ല ഉറക്കമാണല്ലോ. ഞാൻ നോക്കിയപ്പോഴും ഉറങ്ങുമായിരുന്നു. അവ ഉണർന്നിട്ടുണ്ടെങ്കിലേ ഈ കോഫി കൊണ്ടു കൊടുക്ക. ആദ്യേട്ടാ, ആദ്യേട്ടാ, ആന്റി, ദുർഗാന്റി. ആദ്യേട്ടാ, ദുർഗാന്റി, ദുർഗാന്റി. എന്താ? ആദ്യേട്ടനെ റൂമിൽ കാണുന്നില്ല. നീ ബാൽക്കണിയിൽ വല്ലതും പോയി നോക്കിയാ? ഓ ദൈവമേ, എവിടെ പോയി? അവിടെ ഒന്നും ഇല്ല ആന്റി. എവിടെയെങ്കിലും ബോംബെയിൽ ഡോർ ലോക്ക് ചെയ്യണ്ടേ? ആന്റി ചെയ്തില്ലല്ലോ. എന്നെയല്ല, നിന്നെയാ പ്രസാദേട്ടൻ ആദ്യം നോക്കാൻ ഏൽപ്പിച്ചത്. എന്നെങ്ങനെ കുറ്റപ്പെടുത്തില്ല ദുർഗാന്റി. നിന്ന് കണ്ണീരൊളിപ്പിക്കാതെ ആദ്യം എവിടെയാന്ന് പോയി നോക്ക്. ആന്റി, ഗേറ്റ് ലോക്ക് ചെയ്തിട്ടുണ്ടോ? അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് അവൻ ഈ കോമ്പൗണ്ട് വിട്ട് പോകാൻ സാധ്യതയില്ല. ആ നീ വാ. ഇത് എവിടേക്കാടാ നീ എന്നെ കൊണ്ടുപോകുന്നേ? അതൊക്കെ അവിടെ എത്തുമ്പോ മനസ്സിലായിക്കോളും. എവിടേക്കാണെന്നൊന്ന് പറ. എനിക്ക് അമ്മയൊന്ന് വിളിച്ചു പറയാൻ വേണ്ടിട്ടാ. ആന്റിയെ അവിടെ എത്തിയിട്ട് നമുക്ക് ഒരുമിച്ച് വിളിച്ചു പറയാം പോരെ? ഷോ, എന്നാലും നമ്മൾ എവിടേക്കാ പോകുന്നേന്ന് പറഞ്ഞൂടെ? അതെ, അത് സർപ്രൈസാ. സർപ്രൈസോ? അതെ. ഈ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിച്ചാലേ ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാം നീ അവിടെ എത്തിയിട്ട് അറിഞ്ഞാ മതി. എങ്കിൽ ശരി. നിങ്ങളിത് എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ എവിടെയെല്ലാം തെരഞ്ഞു. സുൽവാന്റെ ആദ്യേട്ടൻ നമ്മളെ ചതിച്ചു. എന്തുറ്റി? ആദ്യേട്ടൻ പോയി. ദുർഗേച്ചി എന്താ ഈ കേൾക്കുന്നേ? ആദ്യം എവിടെ പോയെന്ന്? അവൻ നമ്മുടെ കണ്ണു വെട്ടിച്ച് പുറത്തുപോയി. ഫോൺ ചെയ്ത് ചോദിക്കായിരുന്നില്ലേ എവിടെ പോയതാന്ന്? ആദ്യേട്ടനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഓ, അപ്പൊ രണ്ടും കൽപ്പിച്ചുള്ള ഒളിച്ചോട്ടാണ്. ഒളിച്ചോടാനോ? പിന്നെ ആരും കാണാതെ വീട് വിട്ട് പോകുന്നതിന് വേറെന്താ പറയണ്ടേ? തന്നെയുമല്ല, ഒളിച്ചോടുമ്പോ ആരും ഒറ്റയ്ക്കല്ലല്ലോ പോകാറ്, കൂടെ മറ്റൊരാളും കൂടി ഉണ്ടാവും. സുൽവാന്റെ ആദ്യേട്ടൻ ലോക്ക് ചെയ്ത ഗേറ്റ് ചാടി കടന്നു പോയിരിക്കുന്നേ. എന്റെ ആതിരമോളെ, ഈ പ്രേമം തലേ കയറി പിടിച്ചാലേ ഗേറ്റ് അല്ല ചൈന മതിൽ വരെ ചാടിക്കടക്കും. ആദ്യ തുളസിയും കൊണ്ട് നാട് വിട്ട് കാണുമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതിലിനി സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ, പ്രസാദങ്ങൾ എന്നെ ഇവിടുന്ന് ഓടിക്കും. ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല. ദുർഗാന്റി, ഞാൻ ഇനി പ്രസാദങ്ങളോട് എന്ത് പറയും? പ്ലീസ് ഹെൽപ്പ് മീ ദുർഗാന്റി. പ്രസാദേട്ടനോട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ ആദി ആ ഒരുമ്പെട്ടവളെയും കൊണ്ടാണ് ഓടിപ്പോയിട്ടുള്ളതെങ്കിൽ അവരേത് നരകത്തിൽ പോയി ഒളിച്ചാലും ഞാനവരെ വിടില്ല. ദുർഗേച്ചി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഇങ്ങനെയൊക്കെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത കാര്യമല്ലേ? ആദ്യം തുളസിയും ഒളിച്ചോടണം. അതിന്റെ കാരണം പ്രിയയാണെന്ന് നമ്മൾ വരുത്തി തീർക്കുകയും ചെയ്യും. അതോടെ പ്രസാദ് സാർ പ്രിയയെ വെറുക്കും. എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലേ കാര്യങ്ങൾ പോകുന്നേ? അല്ല, ഇത് കൈവിട്ട കളിയാണ്. ആദ്യം തുളസി ഓടിപ്പോയി എവിടെ ചെന്നെങ്കിലും വിവാഹം കഴിച്ച നിന്റെ തലയിൽ ഉദിച്ച മണ്ടൻ ഐഡിയ പോലെ അല്ല ജീവിതം. അതിന് ദുർഗേച്ചി എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? ആദ്യം പോയിരിക്കുന്നത് തുളസിയുടെ കൂടെയാണോന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. സുൽവാന്റെ അല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒളിച്ചോടാനൊന്നും പറ്റില്ല? ആദ്യേട്ടൻ തുളസിയും കൊണ്ടാണ് ഒളിച്ചോടിയതെന്ന്. അത് ഞാൻ എന്റെ ഒരു അറിവ് വെച്ചോണ്ട് പറഞ്ഞല്ലേ. ചിലപ്പോ അങ്ങനെ അല്ലെന്നും വരും. ദുർഗാന്റി, ഞാൻ പ്രസാദങ്ങളോട് വിളിച്ച് പറയട്ടെ ആദ്യേട്ടൻ എസ്കേപ്പ് ആയ കാര്യം? വേണ്ട, ഇപ്പൊ പ്രസാദേട്ടനൊന്നും അറിയാതിരിക്കുന്നത് നല്ലത്. അത് പ്രശ്നമാവും ദുർഗാന്റി. ആദ്യം തുളസി ഒരുമിച്ചാണോ പോയതെന്ന് ആദ്യം അറിയട്ടെ. അതിനുശേഷം മതി പ്രസാദേട്ടന് വിവരം അറിയിക്കുന്നത്. ആതിരി, ദുർഗേച്ചി പറഞ്ഞതാ നല്ലത്. പക്ഷെ തുളസി ആദ്യേട്ടന്റെ കൂടെ ഉണ്ടോന്ന് എങ്ങനെ അറിയും? അതിന് വഴിയുണ്ട്.